ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ കേരള സ്റ്റോറി സിനിമ ദൂരദർശൻ സംപ്രേഷണം ചെയ്തു. സംപ്രേഷണം വിലക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും സിപിഎമ്മും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ദൂരദർശൻ ആസ്ഥാനത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചും നടത്തിയിരുന്നു. ആഷിൻ ടിഗുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആഷിൻ, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കമെന്നാരോപിച്ചാണ് പ്രതിപക്ഷ സംഘടന ഒന്നടങ്കം ഈ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്തതിനെതിരെ രംഗത്ത് എത്തിയിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന കടുത്ത പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെയാണ് വിവാദമായ ദി കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തത്. മുമ്പ് അറിയിച്ചതുപോലെ തന്നെ കൃത്യം 8 മണിക്ക് സിനിമയുടെ സംപ്രേഷണം ആരംഭിച്ചു. 2 മണിക്കൂറും 15 മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം. ഈ സംരക്ഷണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിൽ ഈ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രസാർ ഭാരതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിവാദ സിനിമയുടെ സംരക്ഷണത്തിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. സിനിമയുടെ സംപ്രേഷണം തടയണമെന്നായിരുന്നു ഇരു പാർട്ടികളുടെയും ആവശ്യം. സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. തിരുവനന്തപുരം കുടപ്പനക്കുന്നിലുള്ള ദൂരദർശൻ കേന്ദ്രത്തിന് മുന്നിലായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച്. അതിനിടെ ഈ സിനിമയുടെ പ്രദർശന വേളയിൽ ദൂരദർശൻ ഈ സിനിമ കാണിക്കുന്ന സമയത്ത് തന്നെ ദൂരദർശൻ കേന്ദ്രത്തിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന കാർഡിറക്കിയാണ് BJP ഈ ആരോപണങ്ങളെല്ലാം തള്ളുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം നിരാകരിക്കുന്നത്. റിലീസ് സമയത്ത് തന്നെ വലിയ വിവാദമായി മാറിയ ചിത്രമാണ് ദി കേരള സ്റ്റോറി. 2023 മെയ് 5-നാണ് സിനിമ റിലീസ് ചെയ്തത്. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 32,000 സ്ത്രീകൾ